തിരുവോണത്തെ വരവേൽക്കാൻ ഒരുങ്ങുന്ന കേരളത്തിൽ അടുത്ത 3 ദിവസം കൂടി മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ഉൾപ്പെടെ 9 ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിരുവോണ ദിനമായ നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ ജില്ലകളിലും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കടലാക്രമണ സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുകയാണ്. മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ജില്ലകൾ പൂർണ്ണ സജ്ജമാകാൻ റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗോപാൽ ശീലാസനലുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഗുഡ് മോർണിംഗ് ഗോപാൽ, ഉത്രാട ദിനാശംസകൾ. ഇന്നിപ്പോൾ എല്ലാവരും ഉത്രാടപ്പാച്ചിലേക്കൊക്കെ കടക്കുന്ന ദിവസമാണ്, വലിയ ആഘോഷത്തിലേക്കൊക്കെ കടക്കുന്ന ദിവസമാണ്. നാളെ തിരുവോണമാണ്. പക്ഷേ മഴ ചതിക്കുമോ എന്നൊരു ആശങ്കയുണ്ടല്ലേ? തീർച്ചയായിട്ടും ശ്രുതി, മഴ വില്ലനാകുമോ എന്നൊരു ആശങ്ക ഈ ഘട്ടത്തിൽ ഉത്രാട ദിനത്തിൽ ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനമായി സൂചിപ്പിക്കേണ്ട കാര്യം. കാരണം ഇന്നലെ ഏതാണ്ട് 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടായിരുന്നു. അതേ ജില്ലകളിൽ തന്നെ ഇന്ന് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷെ അതിതീവ്ര മഴയുടെ മുന്നറിയിപ്പല്ല നൽകിയിരിക്കുന്നത്. പകരം തീവ്ര മഴയുടെ മുന്നറിയിപ്പായിട്ടുള്ള യെല്ലോ അലർട്ടാണ് നൽകിയിരിക്കുന്നത്. ഈ ജില്ലകൾ ഏതൊക്കെയാണെന്ന് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ 9 ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് നൽകിയിട്ടുള്ളത്. തിരുവോണ ദിവസമായ നാളെ 4 ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ആ 4 ജില്ലകൾ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നിവയാണ്. ഈ ജില്ലകളിൽ താമസിക്കുന്നവരെല്ലാവരും തന്നെ കൃത്യമായി ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. അതായത് ഒരു അപകട ഭീഷണി ഉണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ അത്തരം ആശങ്കകളിലേക്ക് കടന്നിട്ടില്ല എങ്കിലും കൃത്യമായി തന്നെ ഒരു ശ്രദ്ധ ഈ വിഷയത്തിൽ ഉണ്ടാകണം. കാരണം മലയോര മേഖലകൾ ഉൾപ്പെടുന്ന ജില്ലകളുണ്ട്, തീരപ്രദേശ മേഖലകൾ ഉൾപ്പെടുന്ന ജില്ലകളുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഈ ദിവസങ്ങളിൽ അത്തരം മേഖലകൾ മണ്ണിടിച്ചിലിനോ ഉരുൾപൊട്ടലിനോ എന്തെങ്കിലും തരത്തിലേക്കുള്ള അപകടത്തിനോ സാധ്യതയുള്ള മേഖലകളിൽ താമസിക്കുന്നവർ ഒന്ന് ശ്രദ്ധ വെച്ചേക്കണം. അതേപോലെ തന്നെയാണ് തീരദേശങ്ങളിൽ ഉയർന്ന ശക്തമായ തിരമാലയ്ക്കും വേഗത്തിൽ വീശുന്ന കാറ്റിനും സാധ്യതയുണ്ട് എന്ന പ്രവചനം ഉള്ളതിനാൽ തന്നെ ആ മേഖലകളിൽ താമസിക്കുന്നവർ ഒന്ന് ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട്. അടുത്ത 3 ദിവസം, അതായത് 28-ാം തീയതി വരെ സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായിട്ടുള്ള മഴയ്ക്കുള്ള സാധ്യതയാണ് മുന്നറിയിപ്പിലൂടെ പങ്കുവയ്ക്കുന്നത്. അതിനാൽ തന്നെ ഈ അറിയിപ്പ് നൽകിയ എല്ലാ ജില്ലകളിലും കൃത്യമായി സജ്ജരായിരിക്കണമെന്ന് ഉദ്യോഗസ്ഥർക്കും ബന്ധപ്പെട്ട അധികൃതർക്കും ജനങ്ങൾക്കും റവന്യൂ വകുപ്പ് മന്ത്രി എ പി അനിൽകുമാറിന്റെ നേരിട്ടുള്ള നിർദ്ദേശമുണ്ട്. എന്താണെങ്കിലും ആ ആശങ്കകളൊക്കെ നിലനിൽക്കുമ്പോഴും ഓണം ആഘോഷിക്കാൻ തങ്ങളാൽ കഴിയുന്നതെല്ലാം ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന വെപ്രാളത്തിൽ പൊതുജനങ്ങൾ, മലയാളികളെല്ലാം തന്നെ ഉത്രാട ദിനത്തിൽ നെട്ടോട്ടം നടത്തുകയാണ്. ആ ഒരു പാച്ചിൽ നടത്തുകയാണ്. മഴയാണെങ്കിൽ കുടയെടുക്കും, അല്ലെങ്കിൽ നനഞ്ഞുകൊണ്ട് സാധനങ്ങൾ വാങ്ങും എന്ന തരത്തിലേക്കുള്ള ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് കൂടി ഈ മഴയുള്ള ദിവസങ്ങളിൽ മലയാളികൾക്കുണ്ട് എന്ന കാര്യം എടുത്തു പറയേണ്ടതാണ്. ഓക്കെ, അപ്പോൾ മഴ എന്തായാലും തുടരും. അടുത്ത 3 ദിവസവും ശക്തമായിട്ടുള്ള മഴയായിരിക്കും. പല ജില്ലകളിൽ നിന്നുള്ള അലേർട്ടാണ് ഉള്ളത്. പക്ഷെ അപ്പോഴും നമുക്കൊക്കെ ആഘോഷിച്ചേ തീരൂ. നമ്മുടെ ഓണമാണ്. തിരുവോണത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് മലയാളികൾ. ഇന്ന് ഉത്രാടപ്പാച്ചിലാണ്.